നേതാവ് വി ടി ബൽറാം നമുക്കൊപ്പം ചേരുന്നു. വി ടി ബൽറാം, സുരക്ഷാ വിഷയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വിമർശിക്കാനുള്ള അല്ലെങ്കിൽ അത് പോയിന്റ് ഔട്ട് ചെയ്യാനുള്ള എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട് പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന്. അതാണ് ചെയ്യേണ്ടത്. പക്ഷെ അത് ഏത് ഘട്ടത്തിലാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് ചോദിക്കുന്നത് ബി ജെ പി നേതാക്കൾ. ഇപ്പോഴാണോ അത് ചെയ്യേണ്ടത്? കാരണം ലോക രാഷ്ട്രത്തിന് മുന്നിൽ ഇന്ത്യ ഒരു വാദം ഉന്നയിക്കുന്നു, ആ വാദത്തിനൊപ്പം നിൽക്കണമെന്ന് മറ്റ് ലോകരാജ്യങ്ങളോട് പറയുന്ന സമയത്ത് ഈ വീഴ്ചയൊക്കെ ഉണ്ടായത് ഈ രാജ്യത്ത് തന്നെയാണ് എന്ന് കോൺഗ്രസിന്റെ സമൂഹ മാധ്യമത്തിൽ വരുമ്പോൾ അത് റീട്വീറ്റ് ചെയ്യുന്നു പാക് മന്ത്രി. അത്തരത്തിൽ ഉള്ള ഒരു നിലപാടെടുക്കുന്നത് മോശമായി പോയി എന്ന് ബി ജെ പി പറയുന്നതിൽ അർത്ഥമില്ലേ? ഒരർത്ഥവുമില്ല. കാരണം ബി ജെ പിയുടെ നേതാവായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ മുൻകാലങ്ങളിൽ ഏതെല്ലാം രീതിയിലാണ് പ്രതികരിച്ചിരുന്നത് എന്ന് നമുക്കറിയാം. നരേന്ദ്രമോദിയുടെ വാക്കുകൾ നിങ്ങൾ മാധ്യമങ്ങളിലൂടെ തന്നെ ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ വീണ്ടും ചർച്ചയായിരുന്നല്ലോ, അന്നത്തെ വാക്കുകൾ. അപ്പോ കോൺഗ്രസിന് ഇക്കാര്യത്തിൽ സുവ്യക്തമായിട്ടുള്ള നിലപാടുണ്ട്. അത് ഞങ്ങൾ മാത്രമല്ല, കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതൃത്വം വരെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് കമ്മിറ്റി ഒരു പ്രമേയ രൂപത്തിൽ തന്നെ അത് പൊതുജനങ്ങൾക്ക് മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് പാകിസ്ഥാന്റെ മാസ്റ്റർ മൈൻഡ് ചെയ്തിട്ടുള്ള അതിർത്തി കടന്നിട്ടുള്ള ഒരു ഭീകരവാദമാണ്. അത് ആദ്യമായി കാറ്റഗറിക്കലായി പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ആ ഘട്ടത്തിൽ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ പ്രതിരോധ മന്ത്രിയോ വിദേശകാര്യമന്ത്രിയോ അല്ലെങ്കിൽ ആ സർക്കാരുമായി ബന്ധപ്പെട്ട ആരും പാകിസ്ഥാന്റെ പേരെടുത്ത് പറയാൻ ധൈര്യപ്പെടാതിരുന്ന സമയത്ത് ഇത് പാകിസ്ഥാൻ മാസ്റ്റർ മൈൻഡ് ചെയ്തിട്ടുള്ള ഒരു ഭീകരാക്രമണമാണ്, ഇന്ത്യക്ക് നേരെയുള്ള ഒരു അറ്റാക്കാണ് എന്നുള്ള നിലപാട് കൃത്യമായി എടുത്ത രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. പിന്നെ പാകിസ്ഥാന്റെ മന്ത്രിമാര് ഇത് റിപ്പീറ്റ് ചെയ്യുക, അതൊക്കെ അവരുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നൊക്കെ. പാകിസ്ഥാൻ എന്ന് പറയുന്നത് തന്നെ എന്താ പറയാ, ഇന്ത്യക്കെതിരായിട്ടുള്ള അങ്ങേയറ്റത്തൊരു വെറുപ്പിലും ഇന്ത്യ വിരുദ്ധതയിലും മാത്രം നിൽക്കുന്ന ഒരു രാജ്യമാണല്ലോ പാകിസ്ഥാൻ. ഇന്ത്യ പക്ഷെ അങ്ങനെയല്ല. ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ഭരണകൂടത്തിന് അനുകൂലമായിട്ടുള്ള ഒരു ജിങ്കോയിസമൊന്നുമല്ല ഇന്ത്യയിൽ ഉണ്ടാവേണ്ടത്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു പാർലമെന്ററി ഡെമോക്രസിയാണ്. ഭരണകൂടം അക്കൗണ്ടബിൾ ആണ്, പാർലമെന്റിനോട് അക്കൗണ്ടബിൾ ആണ്, ജനങ്ങളോട് അക്കൗണ്ടബിൾ ആണ്. ആ അക്കൗണ്ടബിലിറ്റി ഫിക്സ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ചും ഇക്കാര്യത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മാധ്യമങ്ങളടക്കം ആദ്യം റിപ്പോർട്ട് ചെയ്താണല്ലോ. ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ വാക്കിൽ നിന്ന് പോലും അത് വന്നതാണ്. പിന്നീട് നിങ്ങൾ മാധ്യമങ്ങളിൽ ഏതെല്ലാം തരത്തിലുള്ള സ്വാധീനം ഉണ്ടായെന്നോ അറിയില്ല, നിങ്ങൾ ആ വാദത്തിൽ നിന്ന് പിൻവാങ്ങി. പക്ഷെ ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നിലപാടുണ്ട്. ഞാൻ ഇന്നത് കേരളത്തിലെ കോൺഗ്രസ് അതിന്റെ ട്വിറ്റർ ഹാൻഡിലൂടെ മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി AICC വർക്കിംഗ് കമ്മിറ്റി അംഗീകരിച്ച പ്രമേയം, അതിൽ നിന്ന് ഒരു പാരഗ്രാഫ് ഞാൻ വായിക്കാം. ഞാനത് കൃത്യമായി തന്നെ വായിക്കാം. Pahalgam is known to be a heavily guarded area secured by a three-tier security arrangement. It is imperative that a comprehensive analysis is conducted into the intelligence failures and security lapses that enable such an attack in a union territory, an area directly under the purview of the Union Home Ministry. These questions must be raised in the larger public interest. This is the only way justice can truly be seen to be served to the families whose lives have been so brutally devastated. അതായത് കോൺഗ്രസ് ഇക്കാര്യം ഈ രാജ്യത്തിന്റെ ഒരു പൊതു താല്പര്യത്തിന്റെ ഭാഗമായിട്ട് ഉന്നയിക്കാൻ തന്നെ ആഗ്രഹിക്കുകയാണ്. കാരണം ഇവിടെ സെക്യൂരിറ്റി ലാപ്സ് ഉണ്ടായിട്ടുണ്ട്. അത് ചൂണ്ടിക്കാണിക്കുക, അതിൽ കൃത്യമായിട്ടുള്ള അനാലിസിസ് നടത്തുക, അതിൽ പരിഹാരങ്ങൾ ഉണ്ടാവുക. അതാണ് ഇപ്പോൾ മരണപ്പെട്ടിട്ടുള്ള നിരപരാധികളായിട്ടുള്ള ഇന്ത്യൻ പൗരന്മാരുടെ ഫാമിലീസിനോട്. അല്ല, അപ്പോഴും ശ്രീ വി ടി ബൽറാം, ഇത് ഏത് സമയത്ത് എന്നുള്ള ചോദ്യമാണ്. നേരത്തെ പറഞ്ഞ തഹാവൂർ റാണയുമായി ബന്ധപ്പെട്ട നരേന്ദ്രമോദി ഇട്ട ട്വീറ്റൊക്കെ ഇതിനകത്ത് ചർച്ചയാവുന്നുണ്ട്. പക്ഷെ അത് മുംബൈ അറ്റാക്കിന് ശേഷം എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ഇട്ടത് എന്നൊരു ചോദ്യമാണ് ബി ജെ പി ചോദിക്കുന്നത്. ഇപ്പോൾ ഒരു വിഷയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം അഡ്രസ് ചെയ്യുകയാണ്. മനസ്സിലായി. നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടൊന്നുമില്ല. അദ്ദേഹം വളരെ കൃത്യമായി അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനോട് ചോദിച്ചത്, BSF നിങ്ങളുടെ കയ്യിലല്ലേ, CRPF നിങ്ങളുടെ കയ്യിലല്ലേ, പിന്നെ എന്തുകൊണ്ട് അതിർത്തി കടന്ന് ഭീകരർക്ക് ഇവിടെ വരാൻ സാധിക്കുന്നു, അവർക്ക് എങ്ങനെ ആയുധങ്ങൾ ഇവിടേക്ക് എത്തിക്കാൻ സാധിക്കുന്നു? ഇതേ ചോദ്യം തന്നെയാണ് ഇപ്പോൾ ഉയർത്തേണ്ടത്. അതിനപ്പുറത്തൊരു ചോദ്യം ഉയർത്തിയിട്ടില്ല. ടൈമിങ്ങിലും ഒരു പ്രശ്നവുമില്ല. കാരണം ഇക്കാര്യത്തിൽ ഇന്റലിജൻസ് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് ഭരണകൂടം സമ്മതിച്ച് ഇനി ഭാവിയിൽ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞാൽ, അക്നോളജ് ചെയ്താൽ നമുക്ക് അതിനെക്കുറിച്ച് ഉണ്ടെന്നില്ല. ആർക്കെങ്കിലും അക്കൗണ്ടബിലിറ്റി വേണ്ട. നിങ്ങൾ എന്താ ഭരണകൂടത്തോട് ചോദ്യം ചോദിക്കുമ്പോൾ മാധ്യമങ്ങൾ ഇത്ര അസ്വസ്ഥരാവേണ്ട കാര്യം എന്താണ്? നിങ്ങൾ മാധ്യമങ്ങളിലൂടെ സ്വാഭാവികമായിട്ട് ഉയർന്നു വരേണ്ട ചോദ്യമായിരുന്നില്ലേ ഇത്?
പാകിസ്ഥാൻ അവരുടെ പണി അവരുടെ രീതിയിൽ അല്ല ചെയ്യുമോ? ഈ പാക് മന്ത്രി ഇത് അതായത് പാകിസ്ഥാൻ പറയുന്നത് പാകിസ്ഥാൻ ഇതിനകത്ത് ബന്ധമില്ല എന്നുള്ളൊരു കാര്യമാണ്. ബന്ധമില്ല എന്ന് പറയുന്ന പാകിസ്ഥാൻ അത് സ്ഥാപിക്കാൻ വേണ്ടി ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ട്വീറ്റ് ആയുധമാക്കുമ്പോൾ അവിടെ ഒരു ചിത്രം മാറുന്നുണ്ട്. അത് കോൺഗ്രസ് മനസ്സിലാക്കുന്നുണ്ടോ? അതിനകത്തൊരു ചെറിയൊരു കോംപ്ലക്സ് സിറ്റുവേഷൻ ഇല്ലേ? ഞാൻ പറയുന്നത് പാകിസ്ഥാനെയും ഇന്ത്യയെയും നിങ്ങൾ ആ നിലയ്ക്ക് കമ്പയർ ചെയ്യരുത്. പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഇന്ത്യ വിരുദ്ധതയിൽ മാത്രം നിൽക്കുന്ന ഒരു ഫെയിൽഡ് സ്റ്റേറ്റ് ആണ്, ഒരു ടെററിസ്റ്റ് സ്റ്റേറ്റ് ആണ്. ഇന്ത്യ അങ്ങനെയല്ല. ഇന്ത്യ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസിയാണ്. ഇന്ത്യയിൽ ഭരണകൂടത്തിനെതിരെ ചോദ്യങ്ങൾ വരും. ആ ചോദ്യങ്ങളിൽ പാകിസ്ഥാന്റെ രീതിയിലായിരിക്കില്ല ഇന്ത്യയിൽ ചോദ്യം ചെയ്യുക. ഇന്ത്യയിലെ ജനങ്ങളോട് അക്കൗണ്ടബിൾ ആയിട്ടുള്ള ആളുകൾ, ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ അതിന് മറുപടി പറയേണ്ടതായിട്ട് വരും. ആ മറുപടി ഉണ്ടാകുന്നില്ലല്ലോ. പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ മറുപടി പറയുന്നില്ലല്ലോ. പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ സർവകക്ഷി യോഗത്തിൽ പോലും പങ്കെടുക്കാതെ രാഷ്ട്രീയ പ്രചരണമായിട്ട് മുന്നോട്ട് പോവുകയല്ലേ. ഇപ്പൊ ഇവിടെ തന്നെ നിങ്ങൾ നോക്കൂ, ഇവിടെ പഹൽഗാം എന്ന് പറയുന്നത് ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. കശ്മീര് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ പോലെ, കേരളത്തെ പോലെ ലോ ആൻഡ് ഓർഡറിനോ അല്ലെങ്കിൽ പോലീസിന്റെ നിയന്ത്രണത്തിലല്ല അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങൾ. അത് കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിലാണ്. അവിടുത്തെ പോലീസിന്റെ ഹെഡ് എന്ന് പറയുന്നത് അവിടുത്തെ ലഫ്റ്റനന്റ് ഗവർണറാണ്, ചീഫ് മിനിസ്റ്റർ അല്ല. അവിടുത്തെ പോലീസിന്റെ തലവനെ നിയമിക്കുന്നത് അവിടുത്തെ ചീഫ് മിനിസ്റ്ററോ സംസ്ഥാന ഭരണകൂടമോ അല്ല. അത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് അവിടുത്തെ പോലീസിനെ ചെലവഴിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേരളത്തിലടക്കം സോഷ്യൽ മീഡിയയിൽ ഇവരുടെ പലതരത്തിലുള്ള ആളുകൾ പറഞ്ഞിരുന്നത് എന്താ, അവിടെ സുരക്ഷാ വീഴ്ചയുണ്ടായത് കശ്മീരിലെ പോലീസിന്റെ ഭാഗമായിട്ടാണ്. അത് എന്താ പറയാ, ഉമർ അബ്ദുള്ള സർക്കാർ വരുത്തിയ വീഴ്ചയാണ്. ഈ ടൂറിസം തുറന്നു കൊടുത്തത് ഇതിനെ അറിയിച്ചില്ല, സുരക്ഷാ സേനയെ അറിയിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് ഇവിടെ BJP ആണ്. അത് നിങ്ങളെന്താ കാണാതെ പോകുന്നത്? ഇവിടെ അല്ല, ഇനിയിപ്പോ കോൺഗ്രസിനെ സംബന്ധിച്ചോളം ബീഹാർ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള വിഷയങ്ങൾ കോൺഗ്രസ് രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും BJP കുറ്റപ്പെടുത്തുക. പോയി പണി നോക്കാൻ പറയും ഞങ്ങള്. കോൺഗ്രസിനെ രാജ്യസ്നേഹം പഠിപ്പിക്കുന്നത്? കോൺഗ്രസിന് നേരെ ഇത്തരത്തിലുള്ള ആക്ഷേപം ഉന്നയിച്ചാൽ അത് തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ആളുകളാണ് ബീഹാറിലെയും മറ്റും ആളുകളെന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഞങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തം നിർവഹിക്കും. ഗവൺമെന്റിനെതിരെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുകൊണ്ട് ചോദ്യം ഉന്നയിക്കും. കാരണം നാളുകളിൽ ഈ ഭീകരാക്രമണം ഉണ്ടാവരുത്. സെക്യൂരിറ്റി ലാപ്സസ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യപ്പെടണം. അതിൽ പരിഹാരങ്ങൾ ഉണ്ടാവണം. ഉത്തരവാദികളെ ഫിക്സ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. പാകിസ്ഥാനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ സാധിക്കണം. പാകിസ്ഥാനെതിരായിട്ട് ഗവൺമെന്റ് സ്വീകരിക്കുന്ന എല്ലാ നിലപാടുകൾക്കും സമ്പൂർണ്ണമായിട്ടുള്ള പിന്തുണ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. അതല്ല ഇത് രാഷ്ട്രീയ പ്രചരണമാക്കി മാറ്റാനും ഇന്ത്യയിലെ ജനങ്ങളെ തമ്മിലടിപ്പിക്കാനും എന്താണോ പാകിസ്ഥാൻ തീവ്രവാദികൾ ആഗ്രഹിച്ചത്, അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലൊരു ഹിന്ദു മുസ്ലിം പ്രശ്നമായിട്ടൊക്കെ ഇതിനെ ചിത്രീകരിക്കാനും BJP ശ്രമിച്ചാൽ അതിനെ ആ നിലയിൽ ഞങ്ങൾ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് തുറന്നു കാണിക്കും, എതിരിടും. അതിൽ ഞങ്ങൾക്ക് ഒരു ഭയവുമില്ല. ഞങ്ങളെ ഭീകരവാദികളായിട്ടോ പാകിസ്ഥാൻ അനുകൂലമായിട്ടോ ചിത്രീകരിക്കുമെന്നുള്ള ഒരു കോംപ്ലക്സും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങളിൽ ക്ലാരിറ്റി ഉണ്ട്. നന്ദി. VT ബൽറാമാണ് പ്രതികരിച്ച് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഇതിനകത്ത് വ്യക്തമായിട്ടുള്ള ഒരു നിലപാടെടുത്തിരിക്കുന്നത്. സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യാനുള്ള അവകാശം ഇന്ത്യയിലെ ജനാധിപത്യ വ്യവസ്ഥയ്ക്കുണ്ട്. ആ തരത്തിലുള്ള പ്രതികരണമാണ്. അതിനെ രാഷ്ട്രീയപരമായിട്ട് മാറ്റാനുള്ള നീക്കം BJPയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അത് ഗൗനിക്കുന്നില്ല എന്നുകൂടിയാണ് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചത്.